എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഭാഗ്യം എപ്പോൾ തെളിയും എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? കയ്യിൽ വന്ന അവസരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുകയും അവസാനം വരെ കാത്തിരുന്നെങ്കിലും ഫലം കിട്ടാതെ പോവുകയും ചെയ്ത നിമിഷങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. എന്നാൽ 2026 മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള ഈ ചെറിയ കാലയളവ് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകാൻ പോകുന്ന സമയമാണ്. ഇത് സാധാരണ ഒരു പ്രവചനമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിച്ചേരുന്ന ഭാഗ്യത്തിന്റെ സൂചനകളെ കുറിച്ചുള്ളതാണ്. ലോട്ടറി ഭാഗ്യം, അപ്രതീക്ഷിത ധനലാഭം, ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ്, ഇവയെല്ലാം ഒരുമിച്ച് വരാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക സമയം. ഈ കാലഘട്ടത്തിൽ ചില നക്ഷത്രങ്ങൾക്കാണ് പ്രത്യേകമായ ദൈവാനുഗ്രഹവും ഭാഗ്യശക്തിയും ലഭിക്കുന്നത് എന്ന് പറയപ്പെടുന്നത്. അവർ ആരൊക്കെയാണെന്ന്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഭാഗ്യം ലഭിക്കുന്നത്, ഇത് ശരിക്കും പ്രവർത്തിക്കാൻ അവർ എന്താണ് ചെയ്യേണ്ടത്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ ഓരോ നക്ഷത്രത്തിൻ്റെയും ഭാഗ്യ സൂചനകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ അവർ നിർബന്ധമായി ചെയ്യേണ്ട ചില ചെറിയ പക്ഷെ ശക്തമായ പരിഹാരങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു പ്രധാന കാര്യം, ഭാഗ്യം വരും എന്നതുകൊണ്ട് മാത്രം മതി എന്നല്ല. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുമ്പോഴാണ് ആ ഭാഗ്യം ജീവിതം മാറ്റുന്നത്. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. കാരണം ഇതിൽ പറയുന്ന ഒരു ചെറിയ നിർദ്ദേശം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകാൻ കഴിയും. ഇപ്പോൾ തന്നെ മനസ്സ് ശാന്തമാക്കി നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. കാരണം ഇതൊരു സാധാരണ വീഡിയോ അല്ല. ഇത് നിങ്ങളിലേക്ക് എത്തുന്ന ഭാഗ്യത്തിന്റെ ഒരു രഹസ്യ സന്ദേശമാണ്. ഇവിടെ ഞാൻ പ്രധാനമായും 8 നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭാഗ്യയോഗം അവരിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ആദ്യത്തെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 മാർച്ച് ഏപ്രിൽ കാലയളവ് വളരെ പ്രത്യേകതയുള്ള ഒരു ഘട്ടമാണ്. സാധാരണയായി ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയും അതേപോലെ താഴ്ചയും ഒരേപോലെ അനുഭവിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ സമയം അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് പോലെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിവാഹശേഷം ജീവിതത്തിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിലേക്ക് ഭാഗ്യം കടന്നുവരുന്ന സമയം കൂടിയാണിത്. ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് തെളിയാൻ സാധ്യതയുള്ള പ്രധാന ഘട്ടമാണിത്. മുമ്പ് പലവട്ടം ശ്രമിച്ചിട്ടും ഫലം ലഭിക്കാത്തവർക്ക് ഈ സമയം ചെറിയൊരു ശ്രമം പോലും നല്ല ഫലം നൽകാനിടയുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ഭാഗ്യം ഉണ്ട് എന്ന തോന്നലിൽ അനാവശ്യമായി പണം ചെലവഴിക്കരുത്. ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പതിയെ സഫലമാകാൻ തുടങ്ങും. പ്രത്യേകിച്ച് ജോലി മേഖലയിൽ സ്ഥിരതയും ചെറിയ രീതിയിൽ സാമ്പത്തിക പുരോഗതിയും കാണാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. ചിലർക്ക് പുതിയ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഇത്. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകില്ല. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. ധ്യാനം, പ്രാർത്ഥന എന്നിവ വലിയ സഹായകമാകും. അതുപോലെ തന്നെ പരിഹാരമായി ഗണപതിക്ക് തേങ്ങ ഉടക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. അതുപോലെ കൂടാതെ ഓരോ ചൊവ്വാഴ്ചയും ചെറിയൊരു പ്രാർത്ഥന ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. മൊത്തത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയം ഭാഗ്യം തുറക്കുന്ന ഒരു വാതിൽ പോലെയായിരിക്കും. എന്നാൽ ബുദ്ധിപൂർവമായ തീരുമാനങ്ങളാണ് ആ ഭാഗ്യം സ്ഥിരമാക്കുന്നത്. ഇനി അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഈ സമയം ജീവിതത്തിലെ ഭാരങ്ങൾ കുറയുന്ന ഘട്ടം എന്ന് പറയാം. പലർക്കും ഏറെ കാലമായി അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കടബാധ്യതകൾക്കും ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരുപക്ഷെ ജീവിതത്തിൽ വീണ്ടും ഉയരാൻ ലഭിക്കുന്ന ഒരു പുതിയ അവസരമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം കാണുന്ന സമയമായിരിക്കും ഈ മാർച്ച് ഏപ്രിൽ മാസം. എന്നാൽ അതിനൊപ്പം വളരെ പ്രധാനമായ ഒരു മുന്നറിയിപ്പുണ്ട്. പലർക്കും ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ജോലി മേഖലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. പുതിയ അവസരങ്ങൾ ലഭിക്കാം.
ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിൽ ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ 2 തവണ ചിന്തിക്കുക. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും. പഴയ തർക്കങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. ഈ സമയം ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത് മാനസിക സമ്മർദ്ദമാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിഷമമാക്കാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. പരിഹാരമായി ഭഗവാനെ സ്മരിച്ച് ദിവസവും ചെറിയൊരു പ്രാർത്ഥന ചെയ്യുക. പ്രത്യേകിച്ച് ഭദ്രകാളി ആരാധന നിങ്ങൾക്ക് ശക്തി നൽകും. ഈ സമയം പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വീണ്ടും ഒരു സ്റ്റാർട്ട് ബട്ടൺ അമർത്തുന്ന സമയമായിരിക്കും. ഇനി അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് ഏപ്രിൽ കാലഘട്ടം അപ്രതീക്ഷിത ഭാഗ്യങ്ങളും വലിയ അവസരങ്ങളും കൊണ്ടുവരുന്ന സമയമായിരിക്കും. സാധാരണയായി ഈ നക്ഷത്രക്കാർ ശക്തമായ മനസ്സും തീരുമാനങ്ങളും ഉള്ളവരാണ്. എന്നാൽ പലപ്പോഴും അവരുടെ പരിശ്രമത്തിന് യോജിച്ച ഫലം വൈകിയാണ് ലഭിക്കുന്നത്. ഈ സമയത്ത് ആ വൈകിയ ഫലങ്ങൾ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ചെറിയ രീതിയിൽ ആരംഭിച്ച കാര്യങ്ങൾ വലിയ ലാഭത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് നല്ല കാലഘട്ടമാണ്. ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഇതൊരു അവസരമായി മാത്രം കാണണം. അതിൽ അമിതമായി ആശ്രയിക്കരുത്. ഈ സമയത്ത് വലിയൊരു സ്വപ്നം സഫലമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു വാഹനം സ്വന്തമാക്കാനുള്ള യോഗം ശക്തമാണ്. പല കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ സമയം സാക്ഷാത്കരിക്കാൻ തുടങ്ങും. കുടുംബത്തിൽ സന്തോഷവും അഭിമാനവും വർദ്ധിക്കും. ബന്ധങ്ങളിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് ദീർഘകാലം നിലനിൽക്കില്ല. നിങ്ങൾ ശാന്തത പാലിച്ചാൽ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ശരിയായി ഉപയോഗിക്കണം. ആരോഗ്യപരമായി ശരീരത്തിന് ചെറിയ ക്ഷീണം തോന്നാം. അതിനാൽ വിശ്രമം ഉറപ്പാക്കുക. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. പരിഹാരമായി ശ്രീ മുരുകനെ ഭജിക്കുന്നത് വളരെ ഗുണകരമാണ്. ചൊവ്വാഴ്ചകൾക്ക് പ്രത്യേക പ്രാർത്ഥന നടത്തുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. മൊത്തത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഘട്ടമായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം വളർച്ചയും സമൃദ്ധിയും നിറഞ്ഞ സമയമായിരിക്കും. ഈ നക്ഷത്രക്കാർ സാധാരണയായി ബുദ്ധിയുള്ളവരും സമാധാനപ്രിയരുമാണ്. എന്നാൽ പലപ്പോഴും അവരുടെ കഴിവുകൾ മുഴുവൻ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കാതെ പോകാറുണ്ട്. ഇപ്പോൾ അതിന് അവസരം ലഭിക്കുന്ന സമയം തന്നെയാണ്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാം. ചിലർക്ക് ഉയർന്ന ജീവിത നിലവാരത്തിലുള്ള ജീവിതശൈലി ലഭിക്കാൻ തുടങ്ങും. അതായത് ഒരു VIP പോലെയുള്ള അനുഭവങ്ങൾ. ആരോഗ്യപരമായി മുൻപുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. ശരീരത്തിലും മനസ്സിലും ഒരു പുതുമ അനുഭവപ്പെടും. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കും ഉണ്ടാകാം. എന്നാൽ അതൊരു ബോണസായി കാണണം. സ്ഥിരമായ വരുമാന മാർഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പരിഹാരമായി ദിവസവും പ്രാർത്ഥനയും നന്ദിയും പ്രകടിപ്പിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ഈ സമയം പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗോൾഡൻ ഫേസ് ആയിരിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ സമയം ധനപരമായ നേട്ടങ്ങളും വിജയങ്ങളും നൽകുന്ന കാലഘട്ടമാണ്. ഈ നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവും സൃഷ്ടിപരമായ ചിന്തയും കൂടുതലായിരിക്കും. ഈ കഴിവുകൾ ഉപയോഗിച്ച് അവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയം തന്നെയാണിത്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കും. ചിലർക്ക് അപ്രതീക്ഷിതമായി പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശക്തമാണ്. എന്നാൽ അതിൽ മുഴുവനായി ആശ്രയിക്കാതെ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ജോലി മേഖലയിൽ പുരോഗതിയുണ്ടാകും. പുതിയ അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. നിങ്ങൾക്ക് സമൂഹത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും. പരിഹാരമായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ഈ സമയം ചിത്തിര നക്ഷത്രക്കാർക്ക് സമ്പത്ത് വർദ്ധിക്കുന്ന കാലഘട്ടമായിരിക്കും. ഇനി അടുത്തതായി അനീഴം നക്ഷത്രം. അനീഴം നക്ഷത്രക്കാർക്ക് ഈ സമയം അധികാരവും അംഗീകാരവും ലഭിക്കുന്ന ഘട്ടമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും
പൊതുരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി സ്ഥിരതയും വളർച്ചയും ഉണ്ടാകും. ലോട്ടറി ഭാഗ്യത്തിനും അനിഴം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രധാന ശ്രദ്ധ നിങ്ങളുടെ കഴിവുകളിലും പരിശ്രമത്തിലുമായിരിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങളും പരിചയങ്ങളും ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. പരിഹാരമായി ഉണ്ണിക്കണ്ണന് പാൽപ്പായസം വഴിപാടായി നൽകുന്നത് വളരെ ഗുണകരമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരും. ഈ സമയം അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഘട്ടമായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ സമയം ലോട്ടറി ഭാഗ്യത്തോടൊപ്പം വിദേശയാത്രയുടെ സാധ്യതയും നൽകുന്ന ഘട്ടമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ലഭിക്കും. വിദേശത്തേക്ക് പോകാനുള്ള അവസരം ചിലർക്ക് ലഭിക്കും. പരിഹാരമായി ശ്രീകൃഷ്ണന് പാൽപ്പായസം വഴിപാടായി നൽകുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും. ഈ സമയം പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതം മാറ്റിമറിക്കുന്ന ഘട്ടം തന്നെയായിരിക്കും. അടുത്തത് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ സമയം ഭാഗ്യമുണ്ടെങ്കിലും സൂക്ഷ്മത ആവശ്യമായ കാലഘട്ടമാണ്. ലോട്ടറി ഭാഗ്യം ഉണ്ടാകാം. എന്നാൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രം ചെയ്യണം. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങൾ നഷ്ടം വരുത്താൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും. എന്നാൽ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ കുടുംബത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരമായി ദിവസവും പ്രാർത്ഥനയും ആത്മപരിശോധനയും നടത്തുക. ഈ സമയം തിരുവോണം നക്ഷത്രക്കാർക്ക് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകേണ്ട ഘട്ടമാണ്. ജീവിതം എന്ന യാത്രയിൽ നമ്മൾ പലപ്പോഴും കാത്തിരിക്കുന്നത് ഒരു ചെറിയ മാറ്റത്തിനാണ്. ഒരു നല്ല വാർത്ത, ഒരു അവസരം, അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിന്റെ സ്പർശം. 2026 മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള ഈ കാലഘട്ടം ചില നക്ഷത്രക്കാർക്ക് അത്തരത്തിലൊരു പ്രത്യേക അവസരങ്ങളുടെ വാതിൽ തുറക്കുന്ന സമയമായി മാറാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ തിരുവാതിര, പൂയം, കാർത്തിക, പുണർദം, ചിത്തിര, അനിഴം, പുരാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾക്കുള്ള പ്രവചനങ്ങൾ ഒരു പ്രതീക്ഷ നൽകുന്ന സന്ദേശമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭാഗ്യം മാത്രം ജീവിതം മാറ്റുന്നില്ല. ശരിയായ തീരുമാനങ്ങളാണ് ഭാഗ്യം സൃഷ്ടിക്കുന്നത്. ലോട്ടറി ഭാഗ്യം, അപ്രതീക്ഷിത ധനലാഭം എന്നിവ വരാം. പക്ഷേ അത് സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. കടം വാങ്ങി ഭാഗ്യം പരീക്ഷിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അനാവശ്യ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ അവസരങ്ങൾ പോലും വലിയ വിജയങ്ങളിലേക്ക് നയിക്കാൻ കഴിയും. അതുകൊണ്ട് ഓരോ അവസരവും ശ്രദ്ധയോടെ കാണുക. പ്രാർത്ഥനയും ആത്മവിശ്വാസവും കൈവിടരുത്. നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും തുടരുക. നിങ്ങളുടെ ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക. അത് ആരാണെന്നറിയില്ലെങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. കാരണം ആത്മവിശ്വാസത്തോടൊപ്പം ദൈവവിശ്വാസവും ചേർന്നാൽ ജീവിതത്തിൽ അസാധ്യമായതൊന്നുമില്ല. ഇതൊരു പ്രവചനം മാത്രമല്ല, ഇത് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഒരു മാർഗനിർദ്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം സംഭവിച്ച ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, നിരാശകൾ ഇവയെല്ലാം കഴിഞ്ഞു പോകുന്ന ഘട്ടമാണിത്. ഇനി വരാനിരിക്കുന്നത് പുതിയ അവസരങ്ങളാണ്. സാമ്പത്തിക പുരോഗതിയാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണ്. പക്ഷേ ഈ മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാനാകണമെങ്കിൽ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ശ്രമിക്കണം. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക, ഭാഗ്യം വാതിൽ തട്ടും. പക്ഷെ അത് തുറക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ട് ഈ സമയം പാഴാക്കാതെ നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകൂ. നിങ്ങളുടെ ഭാഗ്യം ഇതിനകം നിങ്ങളെ തേടിയെത്തുന്ന വഴിയിലാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.